Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനും ന്യൂസിനെ പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒന്നാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ iOS 7.3 ഒരു ബേറ്റ നമുക്ക് വന്നിട്ടുണ്ട്, ബേറ്റ 3. അതേപോലെ മാക്കിനും വാച്ചിനും ബേറ്റ 3 വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ബേറ്റയിൽ വന്ന ഏറ്റവും വലിയ ഇഷ്യൂ, കുറേ നാൾ ഞാൻ ബേറ്റ യൂസ് ചെയ്തിട്ടും എനിക്ക് ബേറ്റ 2 ഒരു മുട്ടം പണി കിട്ടി. വെറുതെ ഈ പറഞ്ഞ സ്ക്രീൻ ഷട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഒരു കോള് വരികയാണെങ്കിൽ ആ ഒരു കോളിന് ജസ്റ്റ് യൂസർ ഐഡിയോ ബാക്കി ഒന്നും കാണില്ല. ആ ഒരു ടൂൺ മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അറ്റൻഡ് ചെയ്യുകയാണെങ്കിലോ ഈ പറഞ്ഞ സ്ക്രീൻ കടന്ന് ഇങ്ങനെ ഗ്ലിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ഇഷ്യൂ iOS 7.3 ബേറ്റ 2 എനിക്ക് വന്നായിരുന്നു. പക്ഷേ ബേറ്റ 3 വന്നപ്പോൾ ആ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. ഇനി ഭാവിയിലേക്കുള്ള അപ്ഡേറ്റ്സിൽ ഇനിയും ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരുമോ ഇല്ലയോ എന്ന് എനിക്കുൾപ്പെടെ ഇപ്പം നല്ല ഡൗട്ടാണ്. ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടും സ്റ്റെബിലൈസ്ഡ് അല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഓരോ വട്ടം ഓരോ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഒബ്വിയസ്ലി പുതിയ അപ്ഡേറ്റ്സും ബാക്കി ഫീച്ചേഴ്സും കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ ആ ഒരു സ്റ്റെബിലിറ്റി എന്ന പോർഷനും കൂടെ ആപ്പിൾ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ iOSൻ്റെ ആ ഒരു പഴയ ഒതൻറ്റിക് ആയിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് യൂസേഴ്സിന് കിട്ടും. അതേപോലെ തന്നെ ലാസ്റ്റ് ഇയറിൽ ഇറങ്ങിയ iOS 16 മുട്ടൻ ഗ്ലിച്ചായിട്ട് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാജിക് കീബോർഡ് ഇല്ലേ, ഈ വയർലെസ് ആപ്പിളിൻ്റെ കീബോർഡ്, അതിന് ഒരു പുതിയ സെക്യൂരിറ്റി പാച്ച് വന്നിട്ടുണ്ടെന്ന്. എന്തിനാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാജിക് കീബോർഡിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി പാച്ച് ആപ്പിൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏത് സാഹചര്യം, അല്ലെങ്കിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആപ്പിളിൽ ഈ പറഞ്ഞ മാജിക് കീബോർഡിന് സെക്യൂരിറ്റി പാച്ച് കൊണ്ടുവന്ന കാര്യം അറിയുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ടകത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം ഞാനും എല്ലാം പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് നിന്നും എനിക്കും കുറേ കാര്യം അറിയാനുണ്ട്. സോ എന്തായാലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ടകത്ത് ആ ഒരു കാര്യം എന്തിനാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സെക്യൂരിറ്റി പാച്ച് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും, പക്ഷെ എന്തിനൊക്കെ, എങ്ങനെയൊക്കെ, എന്തിനാണെന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോ തൊട്ടകത്ത് എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു കൊല്ലം ആപ്പിൾ ടിം കുക്കിന് കൊടുത്ത സാലറി എന്ന് പറയുന്നത് $63.2 ബില്യൺ ആണ്. പക്ഷേ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ $99.4 ബില്യൺ കൊടുത്തിരുന്നു. ഈ ഒരു കൊല്ലത്തേക്ക് നോക്കുമ്പോൾ നല്ല രീതിക്കുള്ള ഡിപ്രിസിയേഷൻ, അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള ഇടിവ് ഈ പറഞ്ഞ സാലറിയിൽ ടിം കുക്കിന് വന്നിട്ടുണ്ട്. കാരണം കുറേയധികം റീസൺസ് ഉണ്ട്. ഈ ഒരു മാക്സിമം എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ പേറ്റന്റ് ഇഷ്യൂ, അതേപോലെ സെയിൽസിൻ്റെ ഇടിവ്, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു വർഷം തന്നെയായിരുന്നു ടിം കുക്കിന് നോക്കുമ്പോൾ ഈ ഒരു 2023 എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൻ്റെ ബാൻ ITC, അതായത് ഇന്റർനാഷണൽ ട്രേഡ് കൗൺസിൽ പറഞ്ഞു എന്താ മുന്നേ കളിക്കാണോ എന്ന് വെച്ചിട്ട് അടിച്ച് പുറകെ വിട്ടിട്ടുണ്ട്. കാരണം ആപ്പിളിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് 2 റെമഡി ഞങ്ങൾ തരാം. ഒന്നെങ്കിൽ മാക്സിമം എന്ന കമ്പനി പറയുന്ന ആ ഒരു കാശ് കൊടുത്ത് പേറ്റന്റ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ആപ്പിൾ വാച്ചിൽ നിന്ന് ബ്ലഡ് ഫീച്ചർ ഈ പറഞ്ഞ അപ്ഡേഷൻ വഴി, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴി ട്വീക്ക് ചെയ്ത് നിർത്തിവെക്കുക എന്നീ 2 ഓപ്ഷൻസാണ് ആപ്പിളിന് മുമ്പിൽ ഈ പറഞ്ഞ ITC കൊടുത്തിരിക്കുന്നത്. ഒബ്വിയസ്ലി ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ആപ്പിൾ അതിനെ തരണം ചെയ്ത് പോകുന്നതന്നെ നമുക്ക് വിശ്വസിക്കാം. അതേപോലെ നമ്മുടെ ഫെബ്രുവരി 2 റിലീസാകാൻ പോകുന്ന ആപ്പിളിൻ്റെ ഒരു പുതിയ എറയായിട്ടുള്ള വിഷൻ പ്രോൻ്റെ സ്റ്റോറേജിൻ്റെ ഒരു സ്പെക്ക് വന്നിട്ടുണ്ട്. $3499 വരുന്ന ആ ഒരു ബേസിക് സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 GB ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി 1 TB വരെ മാക്സിമം സ്റ്റോറേജും 16 GB റാം വരുന്ന ആ ഒരു വേരിയൻറ്റിന് പിന്നെയും പ്രൈസ് കൂടും എന്നാണ് പറയുന്നത്. ഈ ഒരു $3500 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് കുറേ ഉണ്ട്. എന്തായാലും ഒരു 3.5 ലക്ഷം രൂപയുടെ അടുത്ത് എന്തായാലും വരും. അതിന് മേപ്പോട്ട് പോകുമ്പോൾ പിന്നെയും കാശ് കൂടാനാണ് ചാൻസ്. അത്രയും ഫണ്ട് കൊടുത്ത് ഒരു പ്രൊഡക്റ്റ് ആപ്പിളിൽ വാങ്ങിക്കുകയാണെങ്കിൽ അത്രമാത്രം വെൽത്ത്, അല്ലെങ്കിൽ അത്രമാത്രം ഇൻവെസ്റ്റ് ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാകും. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലി ഇൻ USA മാത്രമാണ് ആദ്യം റിലീസാവുക. പിന്നെയാണ് ബാക്കി എല്ലാ കോണ്ടിനെന്റിലും അല്ലെങ്കിൽ എല്ലാ കൺട്രീസിലേക്കും ആപ്പിൾ ഈ വൈഡ് എക്സ്പാൻഷനായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആപ്പിൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു
സ്പേസ് ബ്ലാക്ക് അല്ലെങ്കിൽ സ്പേസ് ഗ്രേ കളറായിട്ടുള്ള ആപ്പിൾ വാച്ച് അൾട്ര 2-ലാണ്. ലാസ്റ്റ് ഇയറും ഇതേപോലെ ഒരു ബ്ലാക്ക് എഡിഷൻ അൾട്ര 2 വരുന്നുണ്ടെന്ന് നമുക്ക് ലീക്സ് ലഭിച്ചു. പക്ഷേ അത് റൂമേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വെറുതെ തള്ളിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പം നമുക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കുറേയധികം ബാൻഡുകളും അതേപോലെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ചധികം വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്പേസ് ബ്ലാക്ക് കളറിലേക്ക് അൾട്ര 2 അല്ലെങ്കിൽ അൾട്ര 3 വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രമാത്രം വിശ്വാസമില്ല, പക്ഷേ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 16,000 അടി പൊക്കത്ത് നിന്ന് ഈ പറഞ്ഞ ഐഫോൺ താഴത്ത് വീണിട്ടും സർവൈവ് ആയി. ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല രീതിക്ക് വർക്ക് ചെയ്യും. നല്ല ഹാർഡ്വെയർ ക്വാളിറ്റിയാണ് ആപ്പിൾ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയാണ് ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റിന് ആപ്പിൾ എൻഷുർ ചെയ്യുന്നത്. എൻ്റെ ഫോൺ വരെയും 3rd ഫ്ലോറിൽ നിന്ന് താഴത്ത് വീണിട്ട് ഇങ്ങനെ ഒടിഞ്ഞ് ബെൻഡായി പോയിട്ട് പോലും അതിൻ്റെ ഡിസ്പ്ലേ വർക്കായി ടച്ച് വർക്കായി എനിക്കത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ സീരിയസ്ലി നമ്മുടെ ഈ ഡിവൈസിൻ്റെ ടിപ്പ് ഇങ്ങനെ വളഞ്ഞുപോയി. ക്യാമറയുടെ ഭാഗം ഐഫോൺ 7 ആയിരുന്നു ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക്, അതിന് വളഞ്ഞുപോയി. ആ ഒരു ക്യാമറ ബമ്പൊക്കെ ഒടിഞ്ഞു പോയിട്ടും ആ ഡിസ്പ്ലേ വർക്കാവുന്നു. ഐഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. പക്ഷേ ഈ 16,000 ഫൂട്ട് അല്ലെങ്കിൽ ഫീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്കുള്ള പൊക്കമാണ്. പോർട്ട്ലാൻഡ് എന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു ഫ്ലൈറ്റ് എടുത്തപ്പോൾ ആ ഫ്ലൈറ്റിൽ നിന്ന് പോവുകയോ കാർഗോന്ന് പോവുകയോ അങ്ങനെ എന്തൊരു കാര്യം വന്നിട്ടാണ് ഈ ഒരു ഫോൺ താഴത്ത് വീണത്. പക്ഷേ ഇത്രയും പൊക്കത്തിന് വേണ്ടി പോലും ഐഫോൺ ആ ഒരു പ്രശ്നം സർവൈവ് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അതേപോലെ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് എയർ ടാഗിൽ ഇത്രയും നാൾ ആപ്പിൾ കൊണ്ടുവന്നത് ഒരു 16 ഐറ്റംസ് മാത്രമായിരുന്നു. അത് ഡബിൾ ചെയ്ത് 32 ഐറ്റംസ് ആയിട്ട് ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 32 ഐറ്റംസ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ആ ഓരോ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് എയർ ടാഗ് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഏറ്റവും അവസാന സെഗ്മെൻ്റാണ് പബ്ലിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ പബ്ലിക് റിയാക്ഷൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഐഫോണിൽ കുറേയധികം പ്രശ്നങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ക്യാമറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സി ടൈപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ആൾക്കാർ പറയുന്ന ഈ പറഞ്ഞ റിഫ്രഷ് റേറ്റ് ആയിക്കോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർക്ക് ഐഫോൺ എന്ന് പറയുമ്പോൾ ഒരു ക്രേസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഐഫോൺ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഐഫോൺ ചൂസ് ചെയ്യാനുള്ള റീസൺ നമ്മുടെ വീഡിയോയിൽ തൊട്ടതായിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള പുതിയ പുതിയ ആപ്പിൾ അപ്ഡേറ്റ്സ് ന്യൂസും എല്ലാം നിങ്ങൾ ലഭിക്കുന്നതാണ്. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yebin Xavier signing from Evica.